നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നാവായിക്കുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർബൺ കസ്റ്റംസ് ആണ്. ദി അൾട്ടിമേറ്റ് കാർ ആക്സസറി സ്റ്റോർ ആണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. കാർബൺ കസ്റ്റംസ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നാവായിക്കുളം ഹൈസ്കൂളിന് സമീപമാണ്. ഞങ്ങളുടെ ചോദ്യം നേരിടുന്ന എന്താണ് പേര്? എൻ്റെ പേര് ശ്രീധരൻ. ശ്രീധരൻ എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം നമ്മൾ നാവായിക്കുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർബൺ കസ്റ്റംസ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ്. അവിടെ നമ്മുടെ വാഹനങ്ങളുടെ വാഷിംഗ്, ഡീറ്റെയിലിംഗ്, ആക്സസറീസ് എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ്. അറിയാം. താഴെയല്ലേ? അപ്പോൾ അവിടെ എല്ലാവിധ ആക്സസറീസും ലഭിക്കുന്നു. എല്ലാ വാഹനങ്ങളുടെ, കാറിന്റെ, ബൈക്ക്, എല്ലാത്തിൻ്റെ അവിടെ സർവീസ് സെന്റർ ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. കാറിന്റെ ബൈക്കിന്റെയും ആക്സസറീസ് വെള്ളൂർക്കോണം താഴെ സൈഡിൽ കാണുന്നില്ലേ? അതെ. ഡ്രൈവിംഗ് സ്കൂളിന്റെ അവിടെ കാണുന്നത് കാർബൺ. അതെ, ഈ 4x4 ആക്സസറീസ്, സെറാമിക് കോട്ടിങ് ഇതെല്ലാം ലഭ്യമാകുന്ന സ്ഥാപനമാണ് കാർബൺ കസ്റ്റംസ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ അവാർഡിന് ആദ്യമായി അർഹനായത് ആര്? മലയാള ആദ്യത്തെ ദേശീയ അവാർഡിന് അർഹനായ നടൻ? എനിക്കറിയില്ല. ഉറപ്പാണെന്ന് തോന്നുന്നു. അമിതാഭ് ബച്ചൻ അല്ല. മികച്ച ദേശീയ നടനുള്ള ആദ്യ അവാർഡ് കരസ്ഥമാക്കിയത് ആര്? ദേശീയ അവാർഡ് കിട്ടിയത് എപ്പോഴും ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്ന അയാളെ പേര് എപ്പോഴും ചെറുപ്പമാണ്. ഇപ്പോഴും കണ്ടാലും 10-80 ആയെങ്കിലും കണ്ടാലും കൊച്ചു ചെറുക്കനെ പോലെ ഇരിക്കും. അമിതാഭ് ബച്ചനും അല്ല. കാർബൺ കസ്റ്റംസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി കരസ്ഥമാക്കിയത് ആര്? പ്രൈം മിനിസ്റ്റർ. ദേശീയ തലത്തിൽ ആദ്യത്തെ ദേശീയ അവാർഡ്, മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് പ്രേം നസീർ അല്ല, മറ്റൊരാളാണ്. മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി കരസ്ഥമാക്കിയത് ആര്? മലയാള നടനേ അല്ല, കേരളത്തിലേക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, അതായത് ദേശീയ അവാർഡ് ആദ്യമായി കരസ്ഥമാക്കിയത് ആന്റണിയാണ്. ഈ കേരളത്തിലെ നിർമ്മാല്യത്തില് അടൂർ ഗോപാലകൃഷ്ണന്റെ പടത്തില്. തന്നെ, വേറെ ആരുമല്ല. എന്നാൽ മറ്റൊരാളാണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. നാവായിക്കുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർബൺ കസ്റ്റംസ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി കരസ്ഥമാക്കിയത്? ഞാൻ അങ്ങനെ കൂടുതൽ സിനിമ അങ്ങനെ കാണാറില്ല കേട്ടാ. അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ നടന്മാരും മികച്ച നടന്മാരെ തന്നെ. ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം നേടിയ നടൻ ഒരു നടന്മാരുടെ കാര്യവും പറയാൻ പറ്റത്തില്ല. ആരാണ് നല്ലതെന്നും ആരാണ് അഴുക്കെന്നും പറയാൻ പറ്റത്തില്ല. പറയുന്നത് ശരിയല്ല. അതിൻ്റെ പേര് പറയുന്നതുമില്ല. നാവായിക്കുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർബൺ കസ്റ്റംസ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ വാഹനങ്ങളുടെ വാഷിംഗ്, ഡീറ്റെയിലിംഗ്, ആക്സസറീസ് എല്ലാം അവൈലബിൾ ആണ് അവിടെ. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആദ്യം ആരാണ് അർഹനായത്? അടൂർ ഫാസി. പ്രേം നസീറും അല്ല, തിക്കുറിശിയുമല്ല, അടൂർ ഫാസിയുമല്ല. മറ്റൊരു നടനാണ്. തിലകനുമല്ല, ഒരു ഹിന്ദി നടനാണ്. അപ്പോൾ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് ആദ്യമായി അർഹനായത് ആരാണ്? മമ്മൂട്ടി അല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് ഓട്ടമൊക്കെ? ഓട്ടത്തിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. തന്നെയല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. അതെ. അപ്പോൾ ഞങ്ങളുടെ കൈവശം നാവായിക്കുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന
കാർബൺ കസ്റ്റംസ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ ഈ വാഹനമെല്ലാം വാഷിങ്, ഡീറ്റെയിലിങ്, ഇതിൻ്റെ എല്ലാവിധ ആക്സസറീസും അവിടെ ലഭിക്കുന്നു. നാവായിക്കുളത്താണ്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ബാക്കി ഈ 4x4 ആക്സസറീസ് ഉൾപ്പെടെ ബൈക്കിൻ്റെയും കാറിൻ്റെ ആക്സസറീസ്, ഇല്ല വാഷിങ്, ഇതെല്ലാം മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കാർബൺ കസ്റ്റംസ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി കരസ്ഥമാക്കിയത് ആര്? വളരെ പാടുപെട്ട കാര്യം തന്നെയാണ്. ദേശീയ അവാർഡ് കൊടുക്കുന്ന ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ, വളരെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ 1968 ബംഗാളി നടനായ ഉത്തം കുമാറിനാണ് മികച്ച നടനുള്ള ആദ്യ ദേശീയ അവാർഡ് നൽകുന്നത്. 1967-68 കാലഘട്ടത്തിലാണ് ആ ദേശീയ പുരസ്കാരം ആദ്യമായി നൽകുന്നത്. ഉത്തം കുമാറിനായിരുന്നു പ്രഥമ ദേശീയ പുരസ്കാരം നൽകിയത്. ബംഗാളി സിനിമയിലെ നടനായിരുന്നു. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം. കോസ്റ്റ്യൂം പാർട്ണർ RK ഫാബ്രിക്സ് ആൻഡ് വെഡിങ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, വർക്കല റോഡ്, കല്ലമ്പലം.